ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്ന് കോഴിക്കോടെത്തിയ സയ്യിദ് ഹാമിദ് അലി ബാ അലവി എന്ന മഹാന്റെ 6ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബാ അലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ബാ അലവി അസ്ലുഹു ബനു അലവി എന്ന് ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ കാളിയായിരുന്ന സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങൾ. ഈ സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ കോഴിക്കോട് വലിയ കാളിയുണ്ട്, അല്ലാതെ കോയവീട്ടിലെ ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങളുണ്ട്. നമ്മൾ ചരിത്രത്തിൽ വളരെയധികം ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്. കാരണം പലർക്കും ഒരൊറ്റ ചാട്ടായിട്ടാണ് പറയല. നമ്മൾ 100 ഫൈസ് ഉസ്താദ് എത്ര കാലം പറഞ്ഞു, എന്റെ അപ്പ അല്ല കേട്ടോ ആ കബറിലിരുന്ന് ഓതുന്നത്, കബർ കുഴിച്ചിട്ടു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ എന്റെ അപ്പ അതിലിരുന്ന് ഓതുന ചിത്രം എന്റെ അപ്പന്റെ എല്ലാം എത്ര പറഞ്ഞെടുക്കേണ്ടി വന്നു അല്ലേ. ചില ആൾക്കാരെ ഈ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകുമ്പോൾ വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ. അപ്പോ ഈ ഞാൻ പറയാൻ കാരണം, ഈ പിന്നെ സയ്യിദ് ശിഹാബുദ്ദീൻ വലിയ കാളിയായിട്ടുള്ള സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങൾ, അതും വലിയ മഹാനാ. അദ്ദേഹം പിന്നെ സഖത്തുൽ രക്ഷന. ഈ മൂലിയരെ തോതിക്കണോന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മല്ല. സഖത്തുൽ തോതിയുണ്ട്. മൂലിയർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഓക്കെ എന്തെങ്കിലും കുട്ടിയോലിയരെയാണ് കേട്ടോ ഉദ്ദേശിക്കേണ്ടത്. മൂലിയർ എന്നാണ് പഴയ കാലത്ത്. കാരണം കണ്ടമാനം മൂലിയർ പിന്നെ ദർസ് പിന്നെ ഏന്തിയ കുട്ടിക്കും ഇൽമ് അൽബിക്കും എന്ന് പറഞ്ഞിട്ട് ഉസ്താദ്മാര് പറഞ്ഞിട്ട് അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഇപ്പൊ ചർച്ചയ്ക്കില്ല. പാണക്കാട്ട് അന്ത്യവിശ്വം എന്ന് പറഞ്ഞാൽ പാണക്കാട്ടേനാണ് സയ്യിദ് പിന്നെ വലിയ കാളി പിന്നെ പാണക്കാട്ടിന്ന് 24ാമത്തെ വയസ്സിലാണ് കൊണ്ടുപോയതാണ്. അത് സഖത്തുൽ രക്ഷനാണോ ഇനി അതല്ല ഓക്കെ എന്തെങ്കിലും കുട്ടിയോളിയ രക്ഷനാന്നുള്ള വിഷയത്തിൽ ഇപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ പാണക്കാട് കിതാബ് ഓതുന്ന കാലത്ത് പാണക്കാട്ടിൽ നിന്നാണ് കൊണ്ടുപോയതാണ് സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയ തങ്ങളെ. മൂപ്പര് ശിഹാബ് കബീലക്കാരനാണ്. നേരെ മറിച്ച് അവിടെ കോയവീട് എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പൂക്കോയത്തങ്ങളുടെ പെങ്ങളെ കെട്ടിയിരുന്നു കോയ വീട്ടിൽ ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങൾ. ജാമിയ നൂരിയ അറബിക് കോളേജിന് തറക്കല്ലിട്ട് മൂപ്പരാ. ഏത് വലിയ കാളിയല്ല, അദ്ദേഹത്തിന്റെ അമ്മാവൻ വലിയ കാളിയായിരുന്നു. അങ്ങനെ അമ്മാവൻ മരിച്ചവൻ മരുമകനോട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ ഇന്ന അതിനൊന്നും പറ്റൂല, എനിക്കതൊന്നും ശരിയാവൂല എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് എനിക്ക് പറ്റൂല എന്ന് തീർത്ത് പറഞ്ഞപ്പോഴാണ് എന്നാ ഞാൻ പാണക്കാട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാറുണ്ട്. അവിടെ ചെന്നപ്പോ നമ്മളെ ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയത്തങ്ങൾ അന്ന് കിതാബ് ഓതുക, 14 വയസ്സേ ഉള്ളൂ. അവിടുന്ന് എല്ലാരും കൂടി ആനയിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ചെന്നത്. വലിയ കിതാബിയാണ് അദ്ദേഹം. ഈ ജുമാന്റെ മുമ്പുള്ള ഈ പ്രസംഗത്തിന്റെ തുടക്കക്കാരൻ മഹാനവറുകളാ. കോഴിക്കോട് താലൂക്കിൽ പല ഭാഗത്തും ഈ പിന്നെ ജുമയ്ക്ക് ഈ പിന്നെ മുജാഹിദീങ്ങൾ ഈ കോഴിക്കോട് ടൗൺ പറഞ്ഞാൽ ഈ കുറച്ച് പരിഷ്കാര സ്വഭാവം ഉണ്ടായിരുന്നാണല്ലോ. ബഹുമാനപ്പെട്ട ആദ്യമായിട്ട് നിന്ന് പാത്താനുള്ള സംവിധാനം വന്നത് കോഴിക്കോട്ടാണ് അല്ലേ? അത് കേട്ടിട്ടില്ലേ? ഫസലൊന്നും കേട്ടില്ലേ? ആദ്യമായിട്ട് പള്ളികളിൽ നിന്ന് പാത്താനുള്ള സംവിധാനം വന്നത് പിന്നെ എവിടെയാണ്? കോഴിക്കോട് മുഹ്യിദ്ദീൻ പള്ളിയിലാണ്. അത് കേട്ടിട്ടില്ലേ? ഫസലൊന്നും എന്ത് വെള്ളം കണ്ടെത്തിയ കുടിച്ചാനുള്ള വെള്ളമില്ല, ഇനി കൊണ്ടുവരുന്ന വേണം. ഇനി സംസം പൊട്ടിച്ചണല്ലെങ്കിൽ ഇല്ല. കേട്ടില്ല. അത് മഹാനായ ശംസുൽ മങ്ങൾ പാട്ടുണ്ടാക്കിയില്ലേ? എന്നാണ് പരിഷ്കാരക്കാരായിട്ടാണോ? അല്ല, അവിടെയാണ് ആദ്യം വന്നതെന്നാ നമ്മളറിവ്. ഇനി അതിന്റെ അപ്പുറം വേറെ എവിടെയെങ്കിലും ഉണ്ടാവില്ല. അന്ന് ബഹുമാനപ്പെട്ട ഒരു പാടിയതാണ്. നിന്ന് മൂത്രമൊഴിക്കുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് കാണാൻ പറ്റും. കലികൂത്തി ബൽദത്തി. കോഴിക്കോട് എന്താണ്? കോഴിക്കോട് മൊയ്തീൻ പള്ളിന്റെ അവിടെ പോയാൽ എനിക്ക് എന്ത് ചെയ്യാം? നിന്ന് പാത്തുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റും എന്ന്.
മനസ്സിലായില്ലേ? അപ്പോ എന്താ പറഞ്ഞ, അപ്പൊ അവിടെയാണ് ഈ സുന്നി പള്ളിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഴിഞ്ഞു പോക്കൊക്കെ ഇങ്ങനെ തുറയപ്പോളേ. അപ്പൊ അന്നാണ് മഹാനവറുകൾ പറഞ്ഞത്, ഞങ്ങളൊരു കാര്യം ചെയ്തോളി, കുറച്ച് കാര്യം ജുമാന്റെ മുമ്പ് കുത്തുബന്റെ മുമ്പ് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താളി എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞാണ്. മൂപ്പര മഹല്ലത്തിന്റെ പരിധിയിലുള്ള ആൾക്കാർ. നല്ലതും ആകാത്തൊക്കെ ഉള്ള ചർച്ച പിന്നെ എടുക്കാൻ പറ്റി. മനസ്സിലായില്ലേ? അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. അതൊന്നും നിൽക്കൊന്നല്ല ഇപ്പൊ ചർച്ച. സംഗതി അത് അവിടെ എങ്ങനെ ഉണ്ടായത് തരാം. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ ജുമാന്റെ മുമ്പുള്ള പ്രസംഗത്തെ പറ്റിയ ഇക്കുറിക്കത്തെ മാധ്യമ പ്രബോധനോ ഏതോ എടുത്തു നോക്കി. അതിൽ ചേറൂർക്കാരൻ പട്ടിക്കാട്ടിൽ നിന്ന് പുറത്താക്കിയ ചേറൂർക്കാരൻ അബ്ദുള്ള മൊലിയരില്ലേ, അയാള് പറയുന്നുണ്ട് പരിഭാഷ നല്ലതാണ്, മിമ്പർമ നിന്നിട്ടന്നെ പരിഭാഷ നടത്തലുണ്ടായിരുന്നത് നല്ലതാണ്, ഇവിടെ വരാത്തിന്റെ കാരണം എന്നതാണ്. അത് വേണേ എടുത്തു നോക്കി നിങ്ങള്. ഇതിപ്പോ ഒന്നുങ്ങാണ്ട് ഇപ്പൊ പരിഭാഷ നിങ്ങൾ വല്ല കോഴിമുട്ടിയും കിട്ടുമെന്ന് നോക്കിക്കോളൂ മനുഷ്യന്മാരെ. നിങ്ങൾക്ക് അതാ നടക്കുള്ളൂ. ദീനിന്റെ ഉറക്കവും പറയാനും ദീൻ പറയാനും ഇവിടെ സമസ്തയുണ്ട്. മനസ്സിലായില്ലേ? പ്രബോധനത്തിലാണ്. ദീൻ പറയാൻ ഇവിടെ സമസ്തയുണ്ട്. അപ്പൊ പിന്നെ മറ്റോളൊക്കെ എന്തിനാണ്? മറ്റോള് കോഴിമുട്ടുണ്ടെങ്കിൽ അത് വരച്ചു കൊടുക്കുക. എവിടെങ്കിലും വല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ അത് ശരിയായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ മുമ്പൊന്ന് കീറി മുറിച്ചാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ള പല പരിപാടികൾ എന്ന് പറഞ്ഞാൽ മൂല്യന്മാർക്ക് ലജ്ജാവതി സുന്നി അറിഞ്ഞില്ലേ? മഞ്ചേരി തോറ്റ സമയം മഞ്ചേരി ടി ക്യാംസ് മത്സരിച്ചപ്പോ കുട്ടികൾ അരിയിൽ ഓയിലങ്ങോട്ട് കെട്ടിയിട്ട് SSFന്റെ പതാകിയാൽ പിടിച്ചിട്ട് ലജ്ജാവതി എന്നുള്ള പാട്ടും വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചായിരുന്നു. ലജ്ജാവതി അറിയില്ല എന്നാ മാതിരി. ചിലർക്കൊക്കെ അത് കേൾക്കും. ഇതെന്തിനാ ഇടക്കിടക്ക് പറയുന്ന പറയുന്നത്? അത് ചെയ്ത്താൻ ഉലുവാൻ പോക്കണ അറിയാം. ചെയ്ത്താൻ ഉലുവാൻ പോക്കണമായി ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞാൽ അത് കേട്ട് പുറത്തു വരും. മനസ്സിലായില്ലേ? അന്നെന്റെ കൂടെ സക്കാഫുണ്ടായിരുന്നു തോട്ടക്കാല. മനസ്സിലായില്ലേ? മഹാനായ ശംസുൽ ഉലമ എതിരാണല്ലോ. ശരിയാണല്ലോ, ശംസുൽ ഉലമ ഈ കൂട്ടർക്ക് മുഴുവൻ എതിരാണ്. കൗമിന് മുഴുവൻ എതിരാണ് ശംസുൽ ഉലമ. ആഹാരം കഴിക്കണമെന്ന് മാത്രം എന്നാ മനസ്സിലാകും. ആഹാരം കഴിക്കണം എന്ന് മാത്രം എന്നാ മനസ്സിലാകും. മനസ്സിലായില്ലേ? കാളമ്പാടി ഉസ്താദിനാണല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിങ്ങാണ്ട് കോയിമുട്ടിയും വരച്ചിങ്ങാണ്ട് ശംസു തോൽക്കുന്ന പറഞ്ഞതിന് കാളമ്പാടി ഉസ്താദും എതിരാ. അത് ഞങ്ങളൊക്കെ എതിരാ. മനസ്സിലായില്ലേ? ആവശ്യത്തേക്ക് പോട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ല കോയത്തങ്ങൾ, സയ്യിദ് അഹമ്മദ് ബാലവി, സയ്യിദ് ഹസൻ ബാലവി, സയ്യിദ് അഹമ്മദ് ബാലവി എന്ന വലിയ കോയത്തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ വലിയ കോയത്തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ എന്നിപ്രകാരമാണ് തങ്ങളുടെ പിതൃപരമ്പര. ഇവരൊക്കെ വലിയ മഹാപണ്ഡിതന്മാരും ജനങ്ങളുടെയൊക്കെ ആശയ കേന്ദ്രവും ഒക്കെ ആയിരുന്നു. ഇവരൊക്കെ അന്തി ഇറങ്ങുന്ന പുതിയങ്ങാടി മക്കാമിലാണ്. പുതിയങ്ങാടി മക്ബറയിൽ തന്നെയാണ് ഇവരെല്ലാം അന്തി ഇറങ്ങുന്നത്. 1840 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിച്ചത്. അദ്ദേഹം 18ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് വിവാഹം ചെയ്തത്, പ്രഥമ വിവാഹം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനായ സയ്യിദ് അഹമ്മദ് ബാലവി തങ്ങളുടെ മകൾ ഷെരീഫ സൈനബ് കോയമ്മ ബീവി ആയിരുന്നു ഭാര്യ. അവർ 1892 നിര്യാതയായ ശേഷം ചാവക്കാട്ടുനിന്ന് അസക്കാഫ് കബീലയിൽ നിന്ന് സയ്യിദ് ഐദ്രൂസ് കോയ തങ്ങളുടെ സഹോദരി ചെറിയ ബീവി വിവാഹം ചെയ്തു. തങ്ങൾക്ക് 2 വിവാഹത്തിലും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് 2 വിവാഹത്തിലും സന്താനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില ആൾക്കാർക്ക് അള്ളാഹു സന്താനങ്ങൾ കൊടുക്കും, ചില ആളുകൾക്ക് അള്ളാഹു സന്താനം കൊടുക്കൂല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ പാപ്പ കിതാബ് ഓതിയത് അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിലെ കോഴിക്കോട് കാളി കുടുംബത്തിൽപ്പെട്ട പ്രഗത്ഭ പണ്ഡിതനും നിമിഷകവിയും അനവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന കിൽസിനങ്ങാന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാളി. മരണം 1884 ആയിരുന്നു. പ്രധാന ഉസ്താദ്. പിന്നെ ആഹാരം കഴിക്കുന്ന ആള് ആഹാരമല്ല, നമ്മളൊക്കെ ആഹരിക്കുന്നതാണ് കഴിക്കുന്നത് എന്നാണ് മനസ്സിലായത്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ആഹരിക്കുന്നത്
എന്താ ആഹരിക്കുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോട്ടെ, അവർക്ക് ഇപ്പം നമ്മൾ പോണില്ല. സയ്യിദ് അലി അത്താസ് മദീന, അബ്ദുല്ലാഹിൽ മഗ്റബി എന്നിവരൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരാണ്. അപ്പോ അന്ന് പുതിയങ്ങാടി കേരളീയ മുസ്ലിമീങ്ങളുടെ വലിയ ഒരു അത്താണിയായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പ്രസിഡന്റ് പദത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ വരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ അമ്മാവനാണ് മുല്ല അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അമ്മായിനെയും കെട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പ. വരക്കൽ തങ്ങളും പിതാമഹന്മാരും ഇന്ന് ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലമൊക്കെ ആരാണെന്നറിയോ? അതൊക്കെ അന്ന് സമസ്തന്റെ കീഴിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, സമസ്തക്ക് എങ്ങനെ അത് കിട്ടാനുള്ള ചാൻസ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാന്റെ കുതിർത്ത് അള്ളാഹുത്തിൽ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പം കണ്ടങ്ങൾ ഉള്ളാൾ മക്കാമും അതിന്റെ ഹിദ്മയും എല്ലാം ഇപ്പൊ സമസ്തയെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കണക്ക് ഞാൻ ചിന്തിച്ചു നോക്കണേ, കാന്തപുരം പറഞ്ഞ ഈ സാധു പാവം ഒരു റിസീവർ, അദ്ദേഹം കർണാടകയിൽ ഒരു യാത്രകൾ നടത്തിയോടുകൂടെ ഉള്ളാൾ മക്കാമ് സമസ്തനെ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാ. നിങ്ങളെന്താ ആലോചിച്ച് നോക്കി. സമസ്തക്ക് തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിന്റെ ഖിദ്മ എടുക്കാൻ പറ്റുമല്ലോ നിങ്ങളെ ഉള്ളൂ. മനസ്സിലായോ? അതൊക്കെ വരും, അതെല്ലാം വരും. മനസ്സിലായേ? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ഉപ്പാപ്പ യമനിൽ നിന്ന് വന്നപ്പോ അവരുടെ ഒരു കാത്തിബായി കൊണ്ടുവന്ന ആളാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പിതാവ്. പിതാവ് പറഞ്ഞ നേരെ പിതാവല്ല, ഉപ്പാപ്പന്മാർ. അദ്ദേഹം ഇതേപോലെ തന്നെ ഉള്ളാൾ മക്കാമി നമുക്ക് കിട്ടി. അബൂസവാദ് അറിഞ്ഞിട്ടില്ലേ? സമസ്തയുടെ പാനലിന് വിജയം കിട്ടി. ഇപ്പൊ തിരിച്ചേൽപ്പിച്ചു. ഇന്ന് ചാർജ് എടുത്തു. അതിന്റെ ഫോട്ടോ ഒക്കെ വാട്സപ്പിലൊക്കെ അതാ വരുന്നു. ഒക്കെ കിട്ടും, നിങ്ങൾ ബേജാറാകണ്ട. അത് എല്ലാം സമസ്തയെ ഏൽപ്പിക്കും. അങ്ങനെ ഈ സമസ്തയുടെ പടയണി ബഹുമാനപ്പെട്ട ഇമാമുന മഹ്ദി തങ്ങൾ വരുമ്പോൾ അവരെ പിന്നിൽ അണിനിരക്കും ഇൻഷാ അല്ലാഹ്. യാതൊരു സംശയത്തിനും അവകാശം ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങളെന്ത് ഇതൊക്കെ വെറുതെ പറയാന്നാ? ഇതൊന്നും വെറുതെ പറയല്ല. മൊയ്തീൻ അസ്സരിക്ക് മൈക്ക് വേണോ? വേണമെങ്കിൽ ഞാൻ തരട്ടോ. അപ്പോ ആ വാർത്ത ശരിയല്ല എന്ന് കേട്ട വാർത്ത ശരിയല്ല. ആ വാർത്ത ശരിയല്ല എന്ന് കേട്ട വാർത്ത ശരിയല്ല. പിരിവ് മുടങ്ങൂല. അബ്ദുറഹ്മാൻ സാഹിബെ പിരിവ് മുടങ്ങൂല. ഷംസുൽ സിയം വലിയുള്ളായി വഫാത്തായി. പിരിവാര് എങ്ങനെ? സിയാറത്ത് അവിടെ പിരിവ് പടേന്നാ. മനസ്സിലായില്ലേ? ഒരു സംശയം. നിങ്ങൾ തൽക്കാലം അവിടെ ഇരിക്കും. നിങ്ങളെ സംശയം എനിക്കിവിടെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവരെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആ സംശയം എനിക്കറിയാം. ഉണ്ടാടിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ഏപ്പിക്കാരൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അപ്പം മയക്കെന്തെങ്ങാണ്ട് നിർത്തിപ്പ് വെച്ചേനെ. പക്ഷെ ഇപ്പൊ നിങ്ങളെ സംശയം ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ട് അവിടെ ഇരിക്കും. ഞാൻ പറയുന്നത് അതുപോലെ അതിന്റെ അതേ ശൈലികൾ എടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പറയുന്നത് കേട്ടാ. അപ്പോ ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്ക് തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കൂടെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട അദ്ദേഹം വന്നു. അങ്ങനെ അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. അതാണ് ഇ കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇ കെ എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ കണ്ടീന. കണ്ടി പറഞ്ഞ പറമ്പ് എന്നാ. എഴുത്തച്ഛൻ കണ്ടി പറഞ്ഞ പറമ്പ് എന്നാണ്. എവിടെ? കോഴിക്കോട് ഭാഗത്ത് അമ്പലക്കണ്ടി. മലപ്പുറത്ത് എത്തുമ്പോ അമ്പലപ്പറമ്പാവും. കോഴിക്കോട് എത്തുമ്പോ അമ്പലക്കണ്ടി ആവും. മനസ്സിലായി? ചേനച്ചാങ്കണ്ടി, ചേനച്ചാമ്പറമ്പ് എന്നാ. ചന്ദനപ്പറമ്പാണ് മലപ്പുറത്ത്. നേരെ മറിച്ച് കോഴിക്കോട്ടാണ് ഈ ചന്ദനക്കണ്ടി എന്നാ പറയാ. കണ്ടി പറഞ്ഞ പറമ്പ് എന്നുള്ള അർത്ഥത്തിലാ. അപ്പൊ എഴുത്തച്ഛൻ കണ്ടി പറഞ്ഞ എഴുത്തച്ഛൻ പറമ്പാ. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാല് കാത്തിബേ.
അപ്പൊ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ ഉപ്പാപ്പമാരുടെ കാത്തിബായിരുന്നു ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ഉപ്പാപ്പമാർ. ആ ബന്ധം ഉണ്ടാ, അതാണ് ഈ കെ എഴുത്തച്ഛൻ കണ്ടി ആ പറമ്പിൽ അതാണ് ഈ കെ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ മഹാനവറുകള് അവിടെ അപ്പോ അവിടെ തന്നെയാണ് അന്തി ഉറങ്ങുന്നത്. മനസ്സിലായോ? അതാണ്. അതെന്താ കാരണം? മുല്ലക്കോയ തങ്ങളുപ്പാപ്പ ഉണ്ടാക്കിയ സമസ്ത ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് ഷംസുൽ ഉലമ സെക്രട്ടറി ആയ 40 കൊല്ലക്കാലമാണ്. മുജാഹിദുകൾ, ജമാഅത്തുകാർ, തബ്ലീഗ്, കാദിയാനികള്, മുടിയന്മാര്, ചേകനൂര്, ഇങ്ങനെയുള്ള സർവ അണ്ടനും അടകോടനും ഇനി വരാൻ ബാക്കിയൊന്നുമില്ല. തെരീക്കത്തുകാര്, നൂരിശക്കാര്, 200ശക്കാര്, എല്ലാ സാധനം ഉണ്ടാമന്തികളും വന്നു. അതൊക്കെ അടിച്ചൊതുക്കി മഹാനായ ശൈഖുനാ ഷംസുൽ ഉലമ ഖുദ്ദിസ സിർറു മഹാനവറുകൾ. അതുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് വിളിച്ചു, ഉപ്പാന്റെ കുട്ടികളുടെ ബുരിയാണ്. അങ്ങനെയാണ് മഹാനവറുകൾ അത് കൊണ്ടുപോയത് വരക്കൽ മക്കാമിൽക്ക്. മനസ്സിലായ നിങ്ങൾക്ക്? അതിന്റെ മുമ്പ് വലിയ ഷംസുൽ ഉലമ എന്നല്ല കേരളം കണ്ട വലിയ മഹാപണ്ഡിതൻ. ഷംസുൽ ഉലമയേക്കാൾ വലിയ കഴിവുള്ള മഹാന്മാരുണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാരന്റെ കൂടെ നിന്ന് അവിടെ ഈമാനിക സംരക്ഷണം ഏറ്റെടുക്കാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അതിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി നടത്തി സംരക്ഷിച്ചത് മഹാനായ ശൈഖുനാ ഷംസുൽ ഉലമയാൻ. നമ്മൾ ഓർക്കണം. ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഒരിക്കൽ ഷംസുൽ ഉലമയോട് ചോദിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവരെ, എല്ലാ മൗലിയമാരും അഖിലന്റെ കൂടെയാണല്ലോ, നമ്മൾ എന്താ കാട്ടുക? നമ്മക്കിത് പിരിച്ചു വിടേണ്ടി വരും, ഇതിപ്പോ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖുനാ ഷംസുൽ ഉലമ പറഞ്ഞു, കോട്ടുമല, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമസ്ത അതില്ലാതെയാവുകയാണെങ്കിൽ ഞാനും അതോടുകൂടെ ഇല്ലാതെയാവട്ടെ, എനിക്കത് പ്രശ്നമല്ല, ഇതിൽ നിന്ന് മാറുന്ന പ്രശ്നം ഇല്ല. അതാണ് ശൈഖുനാ ഷംസുൽ ഉലമ. അങ്ങനെയാണ് പാണക്കാട്ടെ പൂക്കോയ തങ്ങളെ വന്നുകൊണ്ട് കുറ്റിച്ചിറയിൽ ഒരു സമ്മേളനം നടത്തി. അഖിലയും വേണ്ട, കുകിലയും വേണ്ട, അഖില അകലെ, സമസ്ത മതി. പിരിച്ചുവിടാൻ പോലും ആളില്ലാതെ പിരിഞ്ഞുപോയി അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും, ഈ കാക്ക തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ, എന്നാ വിശുദ്ധ ഖുർആൻ. നല്ല ദീർഘം കുറെ കാലം ജീവിക്കും, പെട്ടെന്നൊന്നുമില്ല. ദജ്ജാൽ വരുമ്പോ ആദ്യത്തെ സ്വീകരണം മർക്കസിലേക്കാണ്. നിങ്ങൾ കണ്ടോളി, ദജ്ജാൽ വരുമ്പോ ഒന്നാമത്തെ സ്വീകരണം മർക്കസിലേക്കാണ്. കേരളത്തില് ആദ്യ സ്വീകരണം. സ്വീകരിക്കാറൊന്നുമില്ല. ഏത് ദജ്ജാലിനെ അവിടെ സ്വീകരിക്കാൻ ബാക്കി? നിങ്ങൾ പറഞ്ഞാണ്, ഏത് ദജ്ജാലിനെ അവിടെ സ്വീകരിക്കാൻ ബാക്കി? ഞാൻ മടവൂർ ഓതുന്ന കാലത്താണ് SB ചവാനെ സ്വീകരിച്ചത്. ഞാൻ മടവൂർ ഓതുകയാണ്. ഞാൻ വെള്ളിയാഴ്ച വയറ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ വലിയൊരു മൂല്യത്തിൽ ഞാനന്ന് അൽഫി പത്തുൽമീനെ കോതുന്ന കാല. അപ്പോ ഒരു വലിയ മുത്തവലിനെ കോതുന്ന മൂലിക കുട്ടി തല്ല. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു തീവ്രതയുള്ള സമയമാണ് അന്നൊക്കെ. അങ്ങനെ ഞങ്ങള് വെള്ളിയാഴ്ച വയലിന് പോകുമ്പോ ഞാനും ചിരിച്ചു പോരുമ്പോ ചിലപ്പോ മൂല്യന്മാരുണ്ടാവും. ഇപ്പം വലിയ മുത്തവലിലൊക്കെ പഠിക്കുന്ന മൂല്യത്തികളല്ലേ. അങ്ങനെ ഒരിക്കലും പോരുന്ന നേരത്താണ് എന്തുണ്ടായത്, എത്തും പറഞ്ഞു, നിങ്ങൾ മർക്കസിൽ വന്നിരുന്നില്ല. സർക്കസിലോ? എന്തിനാ അവിടേക്ക് അവിടെ കാഴ്ച ബംഗ്ലാവാണ് വെച്ചു. ഞാൻ ഇത്ര പോകുന്നത്, അല്ലെങ്കിൽ തന്നെ വലിപ്പമില്ല ഞാൻ. അപ്പൊ ഇത്രയും കൂടിയല്ലേ ഉള്ളൂ, ആൾക്കാരങ്ങനെ നോക്കും. ഞാൻ നല്ലോണം പറയും ചിരിച്ചെന്നൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ പറച്ചിലൊക്കെ നിർത്തി. മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഗതികളുടെ കടപ്പ്. അപ്പൊ അന്നാണ് ചവാൻ വന്നത്. ചവാനെ സ്വീകരിച്ചു, രാമൻപിള്ളനെ സ്വീകരിച്ചു. ഇനി ഏതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ട് ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെ ഒരു സ്വീകരണം അവിടെ ഉണ്ടാകും. അപ്പൊ ഇനി ദജ്ജാല് വരുമ്പോ പിന്നെ ദജ്ജാലിനെ മാറ്റിയെടുത്തൂല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ വലിയ മഹാനായിരുന്നു.
മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ കറാമത്തുകളൊക്കെ വലിയതായിരുന്നു. അദ്ദേഹം ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യുമായിരുന്നു. അറബി, ഉറുദു, ഇംഗ്ലീഷ്, പാർസി ഭാഷ ഒക്കെ കൈകാര്യം ചെയ്തിരുന്നു. അറബി, ഉറുദു, പേർഷ്യൻ ഒക്കെ കൈകാര്യം ചെയ്യുന്നു. വില്യം ലോഗനുമായിട്ട് നല്ല മലബാർ മാന്യൽ എഴുതിയ വില്യം ലോഗനുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരു മഹൽ വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ. ചപ്പാത്തി തിന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ വള്ളല്ലേ നമ്മൾ കുടിക്കാം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ നാട്ടിൽ പോയ എല്ലാരും വരക്കലൊന്ന് പോണം, അത് നിർബന്ധ. വരക്കൽ മക്കാമിലൊന്ന് സിയാറത്ത് ചെയ്യണം, അത് നിർബന്ധ. വരക്കല് പോകാത്ത ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ ഒന്നറിയട്ടെ, വരക്കൽ മക്കാമിൽ പോകാത്ത ആൾക്കാർ ഇല്ല. അബൂസവാദ് വെള്ളം വേണ്ട, നിങ്ങൾ ചിലപ്പോൾ മുടിയിട്ട വെള്ളം കൊണ്ടുവരും. ആ മുടിയിട്ട വെള്ളം ഇവിടെ കുടിച്ചൂല. വരക്കൽ മക്കാമിൽ പോണം. വരക്കൽ മക്കാമിൽ പോകാത്ത ആൾക്കാരൊക്കെ പോണം. മനസ്സിലായില്ലേ? പോണം. പിന്നെന്തിനാ നമ്മൾ സുന്നിയായിരുന്നു നടക്കണു? ഞാന് നാട്ടിൽ പോയൊക്കെ ഒന്ന് പോകാറുണ്ട്. മനസ്സിലായില്ലേ? പോകണം, ഇൻഷാ അല്ലാ പോണം. അങ്ങനെയല്ല, ഞാൻ ഷംസുൽ ഉലമ അവിടെ വഫാത്തായി കിടക്കുന്നതിന്റെ മുമ്പും പോയിട്ടുണ്ട്, അതിന്റെ ശേഷവും പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതൊക്കെ വലിയ തൗഫീഖാ. മനസ്സിലായോ? ഈ ലീവിൽ പോകണം ഇൻഷാ അല്ലാ. ജമാല് നാട്ടിലവിടെ ബഹുമാനപ്പെട്ട ശൈഖുനാ ഷംസുൽ ഉലമ വലിയ സിയാറത്തിന്റെ ആളായിരുന്നല്ലോ. മുപ്പരിങ്ങനെ ഇടക്കിടക്ക് സിയാറത്തിനുള്ള ആളായിരുന്നു പാണക്കാട്. മാഷാ അല്ലാഹ്. എല്ലാരും പാണക്കാട്ട് അറിഞ്ഞാണ്ട് ഇങ്ങനെ പറഞ്ഞാ പോരാ. പാണക്കാട്ട് മഹല്ലിൽപ്പെട്ട ആളാ. ചിലപ്പോ ആ കുന്നിന്റെ ഉള്ളൊക്കെ കേൾക്കാറുണ്ട്, പറയും പാണക്കാട്ടുക ഓരോ കുന്നിന്റെ ഉള്ളൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ വളരെ വലിയ സ്ഥാനമാനങ്ങൾക്കൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന മഹാവ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ. പുതിയങ്ങാടി കടപ്പുറത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മീൻ കിട്ടാതെ കടൽ ശോഭിച്ചു നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പാന്റെ അടുത്ത് വന്നാൽ തങ്ങളുപ്പാപ്പ അങ്ങോട്ട് ഇറങ്ങിയാൽ ചെന്നൊന്ന് ദുആ ചെയ്തിട്ട് മദീന്ന് പറഞ്ഞാൽ ആ കടല് ശാന്തമാകുമായിരുന്നു എന്നാണ്. ശൈഖുനാ ശംസുൽ ഉലമയുടെ ജനാസ ആ വരക്കൽ കടപ്പുറത്ത് വെച്ചിട്ടാണ് നിസ്കരിച്ചത്. വീട്ടിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നിസ്കാരം നിർവഹിച്ചു. അത് കഴിഞ്ഞിട്ടൊരു അനൗൺസ്മെന്റ്, എല്ലാവരും വരക്കലിലേക്ക് നീങ്ങുക, പുതിയങ്ങാടിയിലേക്ക്, അവിടെയാണ് ജനാസ ഖബറടക്കം നടന്നത്. ഞങ്ങൾ അങ്ങനെ നടന്നു, കുറെ ആൾക്കാരൊക്കെ പാടെ അങ്ങനെ പോയി. ഏതായാലും അൽഹംദുലില്ലാഹ് ജനാസയിൽ പങ്കെടുക്കുവാനും ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ മറ്റ് പരിപാടികൾക്കൊക്കെ പങ്കെടുത്ത് രാത്രിയായി ചമ്മാട് തിരിച്ചെത്തിയപ്പോഴേക്ക്, ഞങ്ങൾ ചമ്മാട്ടുള്ള സമയത്താണ് വഫാത്താകുന്നത് ശൈഖുനാ ശംസുൽ ഉലമ. നിങ്ങളെ എന്റെ നാട്ടിൽ സമദ് വൈസി എന്തിനു പോയതാണ്? പള്ളിക്കരെ. എന്ത് പള്ളിക്കര? ഞാനവിടെ പോയി നേരം കൂടെ പറഞ്ഞു. നമ്മളിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങും, അതൊന്നും ഇപ്പൊ എന്തിനാന്ന് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെ വലിയ മഹാനായിരുന്നു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയിൽ. ഏത് പള്ളിക്കരങ്ങളിൽ പറയണേ അബൂ സവാദ്? പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഏത് പള്ളിക്കരയാണ്? അതുള്ള തോട്ടക്കാട്. നിങ്ങൾക്ക് മോലിയരെ കിട്ടിയോ? നിങ്ങളെ മോലിയരോട് നിന്ന് പോവുകയാണല്ലോ, നിങ്ങൾക്ക് മോലിയരെ കിട്ടിയോ? നാട്ടിൽ പോണ ആൾക്കാരൊക്കെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും വരക്കൽ മുല്ലക്കോയ തങ്ങളും അന്തിയുറങ്ങുന്ന മക്കാമിലൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണം. ഇപ്രാവശ്യം ഞാൻ പോയി, കാരണം നമ്മളല്ലേ പതാക കൊണ്ടുപോയത്. മാഷാ അല്ലാഹ്, നമ്മളല്ലേ പതാക കൊണ്ടുപോയത്, അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പോയിട്ടാ പതാകയെ സ്വീകരിക്കാൻ. എന്റെ ബുദ്ധി നമ്മളെ തലയിലുണ്ടായതാണ്. അൽഹംദുലില്ലാഹ്. മന്ദില്ലി അത് നമ്മളൊരു വടിയിലുണ്ടായതാ.
അൽഹംദുലില്ലാഹ്, വലിയൊരു ഭാഗ്യായി. അതിന്റെ മനസ്സിലേ നിങ്ങൾ അന്ന് ഈ സൗദിക്കാരായ ആൾക്കാർ ഹിറാഗുഹിന്ന് പതാക കൊണ്ടുപോയി. അന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ്, ആ ശുഹദാക്കളുള്ള പള്ളിക്കര, ആ പള്ളിക്കര പറഞ്ഞാൽ നിങ്ങളെ പള്ളി, ആലുവ മറ്റേ ഇവിടെ എറണാകുളത്ത് പള്ളിക്കര, തീപ്പെട്ടി കമ്പനിക്കാരുള്ള അങ്ങനെ അവിടൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ നമുക്കൊരാളെ കാണാൻ വേണ്ടി പോയതാ കേട്ടോ. ആലുവ ബസ് ഇറങ്ങിയിട്ട് ഒരു ബസ്സിൽ കയറിയിട്ടാ പോയത് പള്ളിക്കരക്ക്. അങ്ങനെ അപ്പൊ ശരി. ഇപ്പോഴാ ഓർമ്മ വന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കഥയാണ് നമ്മളെ കഥ, മനസ്സിലായില്ലേ? എന്താ ഷഹീർ തുറക്കൽ പറയുന്നു? തുറക്കൽ മഞ്ചേരി തുറക്കല്ലേ? എന്നാ പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ നിർത്തട്ടെ. ഫസൽ ഫസു ഇനി നമുക്ക് അവസാനിപ്പിക്കല്ലേ? നിങ്ങളെ മഹല്ലാണ്. മാഷാ അല്ലാഹ്. കൊണ്ടോട്ടി തുറക്കൽ, മഞ്ചേരിയും തുറക്കലുണ്ട്, കൊണ്ടോട്ടി തുറക്കലിന്റെ ശിഷ്യൻ ദർസുണ്ടായിരുന്നു. അപ്പൊ അത് പോയി വന്നു. വിഷയത്തിലേക്ക് വരി. എന്താ വേണ്ടത് ഇനി പറഞ്ഞോളി. ഇനി ചോദ്യത്തിന് മറുപടിയാണ് ഇൻഷാ അല്ലാഹ്. മൈക്ക് റിലീസ്. മഹാനായ വരക്കൽ തങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ? വരക്കൽ തങ്ങളെ പറ്റി മാഷാ അല്ലാഹ്, വെള്ളം കുടിക്കാൻ കിട്ടിയ വെള്ളം കൊടുന്ന ആൾക്ക് വേണ്ടി അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയും. ബിസ്മില്ലാ. എല്ലാവരും ആമീൻ പറയും. 100-100ഓളം ആളുണ്ടല്ലോ. എല്ലാവരും ആമീൻ പറഞ്ഞ ഒരു മൂല്യര അയാൾ എനിക്ക് സിദ്ധമായിട്ട് കൊടുന്ന. അപ്പോ ഇൻഷാ അല്ലാഹ് അവെന്താ പറഞ്ഞേ? ഇനി ചോദ്യത്തിന് മറുപടി ആക്കാം. ചോദ്യം മറുപടിയും. ഉള്ളാളം മക്കാമിനെ കുറിച്ചൊന്ന് പറയും. ഉള്ളാളം മക്കാമ് നമ്മൾ കിട്ടിയെന്നല്ല, അതിന്റെ ഖിദ്മത്ത് അല്ലാഹു തആല സമസ്തയുടെ ഖാദിമീങ്ങളെ ഏൽപ്പിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഈ ഉള്ളാളത്താണ് ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയുടെ ഷെയ്ഖ് കിടക്കുന്നത്. അപ്പൊ ഷെയ്ഖും ശിഷ്യനും ഇപ്പൊ സമസ്തയുടെ അവർക്ക് രണ്ടുപേർക്കും ഖിദ്മ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ടവരെ ആർക്കാണ്? ബഹുമാനപ്പെട്ട സമസ്തന്റെ ഖാദിമീങ്ങൾക്കാണ് എന്നാണ് ഇപ്പൊ പിന്നെ മനസ്സിലായത്. നിങ്ങള് ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട എന്താണ് സയ്യിദ് മദനി തങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളാൾ സയ്യിദ് മദനി തങ്ങളല്ലേ, ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളാൾ സയ്യിദ് മദനി തങ്ങളാ എന്ന് പറഞ്ഞില്ല. എന്ന മാതിരി മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹ്. അതൊക്കെ വരും, നിങ്ങൾ കണ്ടോളി. അതൊക്കെ വരും. മനസ്സിലായില്ലേ? അതിലൊന്നും സംശയമല്ല. ഇനി വല്ല ചോദ്യക്കാരുണ്ടെങ്കിൽ വന്നോളി. ഇല്ലെങ്കിൽ ഫസൽ ഫസൂനുള്ള ചോദ്യക്കാരാണെങ്കിലും മതി. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം തിബിന്റെ ചോദ്യമാണെങ്കിലും സ്വീകരിക്കും എന്നറിയിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. മറ്റാരുടെ മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും. നമ്മൾ ജമാല് ചോദിക്കാണ്, പള്ളി വരുമോ? പള്ള വളരും. അതാണ് നമുക്കിന് മറുപടി പറയാനുള്ളത്. മനസ്സിലായില്ലേ? പള്ളി വരുമോ എന്നുള്ളത് പള്ള വളരും എന്നാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പൊന്നാരുടെ മാനിപ്പ അതൊന്നും പള്ളിക്ക് വേണ്ടി പിരിച്ച കായല്ല, നിങ്ങൾക്ക് അയാളെ തീയായിട്ടാണ്. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. സമർഫേസി, ഞാൻ ഒരു ചോദിക്കണം. പക്ഷെ ആ ഉള്ളാൾ മക്ബറയില്ലേ, ഞാൻ അവിടെ പോയപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത്, പിന്നെ അവിടെ ഉള്ളാൾ തങ്ങൾ ഭവനം എന്ന് പറഞ്ഞിട്ടൊരു ഭവനമുണ്ട്. ഉള്ളാൾ തങ്ങൾ റാജുലുലമ ഭവനം. പക്ഷെ ഇപ്പോഴും ഞാൻ അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും അവരുടെ കയ്യിലാണെന്നാണ് ഞാൻ കേട്ടത്. എങ്ങനെ സത്യാതെ നമുക്ക് അതിന് ഹിദ്മ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടോ? ഞാനിപ്പോ പോയി വന്നിട്ട് ഒരു മാസം തികയുന്നു. ഒരു മാസം ഇല്ല, 14 ദിവസം ഇന്നേക്ക്. ഒന്ന് പറയാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടോ? ഉസ്താദെ, നിങ്ങൾ പോരട്ടെ, നിങ്ങൾ എന്നെ മറുപടി പറയണം ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോ നമ്മളെ വാട്സപ്പിൽ വന്നൊരു നമ്മളെ അബ്ദുൽ ഫത്താഹ് ദാരിമി ഉസ്താദ്, നമ്മളെ നാട്ടുകാരനാണ്, തപ്പാശ്ശേരിയുള്ള ബഹുമാനപ്പെട്ട
അബ്ദുസ്സലാം ഉസ്താദിന്റെ ദർസിലെ ഉസ്താദാണ്. അദ്ദേഹം വിട്ടൊരു വോയിസാണ് ഞാനിപ്പം മറ്റേ ഇതിൽ നടത്തുന്നത്. ഞങ്ങളൊന്ന് കേട്ടു നോക്കും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം അവിടെ ദൃക്സാക്ഷിയായിട്ട് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്ക്. നിങ്ങൾ ചോദിച്ചതിന് മുൻപോട്ട്. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൽ ഫത്താഹ് കാരിമിയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഉള്ളാളത്തു നിന്നാണ്. അത്ഭുതകരമായ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കൊല്ലങ്ങളായി സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പുച്ചിക്കോയ തങ്ങളോടുള്ള ആദരവ് പ്രകാരം AP വിഭാഗം കയ്യാളി വന്ന ഒരു മക്കാമും ഒരു അറബിക് കോളേജും ഒരു കമ്മിറ്റിയുമായിരുന്നു ഉള്ളാളത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്ത് തങ്ങളെ കാലത്ത് തന്നെ സമസ്തക്കതിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും തങ്ങളോടുള്ള ആദരവ് മാനിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ കുറെ പിന്നോട്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് സമസ്തക്ക് കിട്ടി. പക്ഷേ UT ഖാദർ എന്ന ഇവിടുത്തെ വഖഫ് മന്ത്രിയെ ദുരുപയോഗം ചെയ്ത് പുറത്തങ്ങൾ വേറൊരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി. ഓഫീസ് പൂട്ടി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇന്ന് ഉച്ചക്ക് 12 മണിയോടുകൂടി ആ മക്കാമും ആ കമ്മിറ്റിയുടെയും പൂർണ്ണ ഉത്തരവാദിത്വം 100% സമസ്തക്കാർ മാത്രമുള്ള റഷീദ് സാഹിബ് അധ്യക്ഷനായ കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു. അവരുടെ ഭരണ ചുമതല ഏൽക്കുന്നതിൽ സാക്ഷിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഭരണം നിലനിർത്തുകയും ആ മക്കാമും പരിപാലനവും ഒക്കെ സംസ്ഥകളുടെ നിയമത്തിൽ രണ്ടിൽ തന്നെ ആക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യും. അൽഹംദുലില്ലാ. ഞാൻ നേരത്തെ ഈ വോയിസ് കേട്ടിട്ടുണ്ട്. നേരത്തെ എനിക്ക് വന്നിട്ടുണ്ട് ഈ വോയിസ് എനിക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അവരോട് പിന്നെ ഭരണേറ്റിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബഷീർ തിരുത്തി പറഞ്ഞപ്പോ എന്താ അവിടെ ഒരു ഉള്ളാൾ ഭവനം എന്നുള്ളൊരു ഭവനം ഉണ്ടെന്നോ? എനിക്ക് മനസ്സിലായില്ലത്. അവിടെ അങ്ങനെ ഒരു ഭവനമൊക്കെ ഉണ്ട്. ഭവനം ഉണ്ടിട്ട് അത് പഴയ കാലഘട്ടം മുതലേ ഈ ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹം ഉള്ളാളത്തേനൊന്നല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നാട് കരുവന്തിരുത്തിയാണ്. അദ്ദേഹം ഈ പിന്നെ കരുവന്തിരുത്തിക്കാരനാണ്. കരുവന്തിരുത്തി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയില്ലേ, താജുൽ ഉലമാ ഭവനം. താജുൽ ഉലമാ ഭവനം എന്ന് പറഞ്ഞാൽ അയാളെ പിന്നെ താമസിച്ചിരുന്ന വീടേക്കറിയേ. അദ്ദേഹം യഥാർത്ഥത്തില് കരുവന്തിരുത്തിക്കാരനാ. ഫറോക്ക്, അതായത് ഫറോക്കിൽ ഇറങ്ങിയിട്ട് കടലുണ്ടി അങ്ങോട്ട് പോണ സമയത്താണ് ഈ കരുവന്തിരുത്തി എന്ന സ്ഥലം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ നമുക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ദർസ് നടത്തിയിട്ടുണ്ട് ഈ പിന്നെ കടലുണ്ടി ഈ പിന്നെ എന്താണ് ഈ പിന്നെ കരുവന്തിരുത്തി. വലിയ മഹാന്മാരെ ദർസ് നടത്തിയ സ്ഥലമാണ്. അവിടെ പഠിച്ചിട്ടാണോ നീ ദർസ് നടത്തിക്കുന്നറിയില്ല. ഈ കരുവന്തിരുത്തിയിൽ ഈ കരുവന്തിരുത്തി ഒരു പോയിന്റ് അക്കരയ്ക്കരിയാണ്. അവിടെ തന്നെയാണ് നമ്മളെ ഇയാളൊക്കെ പിന്നെ ബാക്കിക്കാരൊക്കെ ഉള്ളത്. നമ്മളെ ഇയാളൊക്കെ അവിടെ തന്നെയാണ്. ഏത് കടലുണ്ടി തങ്ങള്, കോണമ്പാറ തങ്ങളെന്നൊക്കെ പറഞ്ഞു തരുന്ന നമ്മളെന്താ പല പേര്, ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഒക്കെ ഈ കരുവന്തിരുത്തിക്കാരാണ്. പക്ഷെ ആ മഹലിലൊക്കെ നമ്മളെ കൂടെയാണ്. ഉമറുൽ ഫാറൂഖ് ഒക്കെ അവരൊക്കെ അവിടെ തന്നെ. അവരൊക്കെ പിന്നെ കടലുണ്ടി അതിന്റെ അക്കരെയാണ് കടലുണ്ടി. അതിന്റെ അക്കരെ ആകുമ്പോ കോഴിക്കോട് ഫറോക്ക് കരുവന്തിരുത്തിയായി. മനസ്സിലായില്ലേ? അപ്പൊ ഈ കരുവന്തിരുത്തിയിൽ ആയിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഉള്ള ആൾക്കായിരുന്നു ജോലി. കുറച്ച് കിതാബൊക്കെ തിരിയാണ് തങ്ങളായിരുന്നു. എന്താ ചെയ്യാ, കുരുത്തക്കട് വാങ്ങി എന്താ കാട്ടുക. കിതാബ് തിരിയണ മനുഷ്യരായിട്ടാണ് ഉള്ള കിതാബ് തിരിയണ കഴിവുള്ള ആളായിരുന്നു. ശംസുൽ ഉലമയുടെ നേരെ തിരിഞ്ഞതിന് ശേഷമാണ് അയാൾക്കൊന്നുമല്ല അതായത്. മനസ്സിലായില്ലേ? മറ്റേത് അങ്ങനൊന്നുമല്ല. നല്ല അത്യാവശ്യം തിരുവാടുള്ള ആളൊക്കെ തന്നെ ഇരുന്ന അയാള്. ശംസുൽ ഉലമയൊക്കെ വലിയ ആദരവോടുകൂടി കണ്ടിരുന്ന. പിന്നെ എനിക്കുള്ളത് തിരിച്ചെടുത്തു പറഞ്ഞു. തിരിച്ചെടുത്താൽ ഉള്ള ഹാളാവും പറഞ്ഞു. ഹാളായി. അങ്ങനെ ഉണ്ടായതാണ്. മനസ്സിലായില്ലേ? ആ കാലത്തൊക്കെ ഇപ്പൊ ഞാൻ പോണില്ല. അതിന്റെ സമാനമായതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഒന്നും പറയണ്ട. അപ്പൊ ഏതായാലും അവിടുന്ന് പിന്നെ അദ്ദേഹം ഈ അവസാന കാലഘട്ടത്തിലും ആളെ കരുവന്തിരുത്തി കുറെ ഉണ്ടായിരുന്നു. അവിടെ ഒരു
പള്ളിയിലെ ദർസ് എന്നൊക്കെ പറഞ്ഞു കണ്ട ഒരു പള്ളിന്റെ മാതിരി ഒരു പള്ളി ഉണ്ടാക്കി. പള്ളി എനിക്ക് ലൈസൻസ് ഒന്നും കിട്ടിയില്ല, അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കബറ കുഴിച്ചിരുന്നല്ലോ മുമ്പ് മറമാടാൻ വേണ്ടിയിട്ട്. 29-നാണ് ഞാൻ. ആയിക്കോട്ടെ. അൽവാഫി ഉസ്താദ് എവിടുന്നൊക്കെയൊക്കെ പെറുക്കി കൊണ്ടുവന്നതാ, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ബാക്കിക്കാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ ആ മഹലിന്റെ പ്രസിഡന്റ് സ്ഥാനം, കരുവന്തിരിച്ച് മഹലിന്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മളെ സയ്യിദ് തോഹ ജിഫ്രി തങ്ങളില്ലേ, അവിടെ മുമ്പ് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ അമ്മോഷുണ്ട്, മുല്ലക്കോയത്തങ്ങളാണ്, മൂപ്പരാണിപ്പോ പ്രസിഡന്റ്. നല്ല മനുഷ്യനാണ്, പിന്നെ നല്ല മനുഷ്യനാണ്, മനസ്സിലായില്ലേ? നല്ലൊരു സാധുവായ മനുഷ്യനാണ്. ഞാനുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരു മഹാനാണ്. അപ്പോ അദ്ദേഹം ഇതേപോലെ ഞാനൊക്കെ പിന്നെന്താണ് അദ്ദേഹം ഇപ്പൊ പ്രസിഡന്റ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി അവിടെ അങ്ങനെ പേര് വീണതാണ്. കോട്ടുമല എന്ന് പറഞ്ഞ മാതിരി കോട്ടുമല വാപ്പൂലിക്ക് കോട്ടുമലയുമായി ഒരു ബന്ധമില്ലല്ലോ. വാപ്പ് ദർശനത്തിൽ വരം കൊണ്ട് അങ്ങനെ കിട്ടിയതാണ് കോട്ടുമല അബൂബക്കർ. പിന്നെ മകനും കോട്ടുമല അപ്പോലിയർ എന്ന് പറഞ്ഞ കുട്ടിയാണ്, കാളമ്പാടിക്കാരനാണ് ആള്. പറഞ്ഞിട്ട് എന്താ കാര്യം? കാളമ്പാടിക്കാർക്ക് ആ പേര് ഇല്ല. കാളമ്പാടിക്കാർക്ക് പേരുണ്ടാണെങ്കിൽ കാളമ്പാടി ഉസ്താദ് തന്നെ വരേണ്ടി വന്നു, അമ്മായി കാക്കന്നെ അല്ലേ? അല്ലാഹു മറാഖിദഹും. കോട്ടുമല ഉസ്താദ് എന്ന് പറഞ്ഞത് കോമൂലിയർ ശിഷ്യനാണ്. കോമൂലിയർ പാപ്പാന്റെ ശിഷ്യനുമാണ്, മരുമകനുമാണ്. അല്ലേ? അല്ല ഫസ്ലോ? കോട്ടുമല ഉസ്താദ് പറഞ്ഞാല് കോട്ടുമല ഉസ്താദ് പനയത്തിൽ പള്ളിയിൽ ദർശനത്തിയുന്ന ഷംസുൽ ഒക്കെ ഉസ്താദായിരുന്ന KV മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദായിരുന്ന കോമു മുസ്ലിയാർ, കോമൂണ മഹാനവരുടെ മഹാനവറുകളുടെ പിന്നെ ശിഷ്യനുമാണ്, പിന്നെ അമ്മോഷനുമാണ് കോമൂലിയർ. അത് പിന്നെ അല്ല, ശിഷ്യനുമാണ് മരുമകനുമാണ് ആര്? ജാമാതാവ് കോട്ടുമല അബൂബക്കർ. കോട്ടുമല അബൂബക്കർ ശിഷ്യനാണ് ആര്? കാളമ്പാടി മൗലവി. അല്ലാഹു തആല അവർക്കൊക്കെ ഉയർന്ന ദർജ കൊടുക്കട്ടെ. മനസ്സിലായില്ല? അങ്ങനെ കാളമ്പാടിക്കാർ 3 ആൾക്കാരുടെ മറവിട്ട് കിടക്കുന്നുണ്ട്. കാളമ്പാടി അങ്ങനെ ഒരുപാട് മഹാന്മാര് കേരളത്തിലൊക്കെ കഴിഞ്ഞു പോയ മഹാന്മാരെത്രയാണെന്നറിയുന്നത്. ശരിക്കും ഖൈറുള്ള എന്ന് പറയാൻ 100% അർഹതയുള്ളൊരു നാടാണ് കേരളം എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിലെങ്കിലും ഒരു കാര്യമായ മഹാനില്ലാത്ത ഒരു മക്ബറ ഉണ്ടാവില്ല. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അങ്ങനത്തെ ഒരു മഹാനില്ലാത്ത ഒരു ഗ്രാമപ്രദേശവും പഴയ കാലഘട്ടങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ശരി. ആലോചിച്ച് നോക്കി, വലിയ വലിയ മഹാന്മാര് കഴിഞ്ഞു പോയതല്ലേ, കുത്തുബീങ്ങൾ കഴിഞ്ഞു പോയതാ. ബഹുമാനപ്പെട്ട പിന്നെ മമ്പറന്തങ്ങൾ പറഞ്ഞ കുത്തുബല്ലേ. കുത്തുബ് എന്ന് പറഞ്ഞ ആരാ? അന്ന് ജീവിച്ചിരിക്കുന്ന സർവ്വ ഔലിയാക്കളുടെയും നിയന്ത്രണം. ആലോചിച്ച് നോക്കി, ഇല്ലാത്തതല്ലേ. അബ്ദുള്ള തോട്ടക്കാടിന്റെ നാട്ടില് കാളിയരുണ്ട്, അബു മുസ്ലിയാര്. അതിനുള്ള കാളിയരല്ലേ? നമ്മളാ പിന്നെ പള്ളിക്കക്കാട് കയറിനോടുത്ത ഖബറല്ലേ അല്ലേ? അല്ല അബ്ദുള്ള തോട്ടക്കാട് അല്ലേ? മുമ്പര് കണ്ണിയനല്ലേ? മൂപ്പര് കണ്ണിയന. കണ്ണിയത്ത് എന്നാണ് മറ്റുള്ളവരൊക്കെ പറയാ. അല്ലേ? കണ്ണിയനല്ലേ? അല്ലല്ലേ? കണ്ണിയനല്ല, കാളിയന്മാരെന്നാ പറയലില്ലേ? കണ്ണിയത്തുസ്താദിന്റെ നാട് തോട്ടക്കാടാണല്ലോ. അതിന്റെ ബന്ധമുണ്ട്. കണ്ണിയത്തുസ്താദിന്റെ നാട് തോട്ടക്കാടാ. തോട്ടക്കാടിന്റെയും മുമ്പ് വേങ്ങരയാണ്. വേങ്ങരയിൽ നിന്ന് തോട്ടക്കാട്ടേക്ക് പിന്നെ താമസം മാറ്റി തോട്ടക്കാട്ടിൽ നിന്ന് വാഴക്കാട്ടേക്ക് ഓതാൻ പോയി അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ്. അങ്ങനെയാണ്. പക്ഷെ തോട്ടക്കാട്ടേക്ക് ആ ഭാഗ്യമില്ലാതായി പോയി. തോട്ടക്കാട് വേറെയൊരു തോട്ടക്കാടുണ്ട് തിരുവനന്തപുരം ആ ഭാഗത്ത് അല്ലേ? പക്ഷി സംരക്ഷണ കേന്ദ്രം മറ്റൊക്കെ തോട്ടേക്കാടുണ്ടല്ലോ, അതേ തോട്ടേക്കാടുണ്ട്. ജനിച്ചത് തോട്ടക്കാടാണ്. അതെ,
ജനിച്ചത് തോട്ടക്കാടാണ്. അത് പിന്നെ അങ്ങനെ തന്നെ. ചില അപ്പൊന്നും ചുട്ടുകൊടുത്തല്ല ചെലവാകുക, ചുട്ടുകൊടുത്തും ചെലവാകൂല, പുറത്തേക്കാരും ചെലവാകുക. അതിപ്പോ അങ്ങനെ തന്നെയാണ്, ചുട്ടുകൊടുത്ത് ചെലവാകൾ കുറവാണ്. തേറ്റക്കാടാണ്. തേറ്റക്കാടൊന്നല്ല, തോട്ടക്കാടെന്നെന്തോ. എന്താവട്ടെ. പക്ഷെ ഈ തോട്ടക്കാട്ടുകാർക്ക് എന്താ പറയാ, അവിടെ പാട്ടുകാര് കൂടുതലാണ്. ഏത് കുട്ടി പാടും അവിടെ, അല്ലേ? അങ്ങനെ പ്രത്യേകത ഉണ്ട്. കുറച്ച് വെള്ളം കുടിച്ചട്ടെ. മുടിവെള്ളം തന്നെ കേട്ടോ, നല്ല നാടൻ പച്ചവെള്ളം. ഇല്ല, അബ്ദുല്ലാജി പാടും ഇൻഷാ അല്ലാഹ്. അതൊരു പാട്ടായിരിക്കും. പണ്ടേ കുട്ടിയോട് ചോദിച്ചില്ലേ, നമ്പൂതിരിയും നമ്പൂതിരിപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് വ്യത്യാസം ഉണ്ട് പറഞ്ഞില്ലേ, ഒരുപാട് വ്യത്യാസമുണ്ട്. അതിലുള്ള പാട്ടാണ്. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഇനി വല്ല ചോദ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിയില്ലെങ്കിൽ 12:03 ഇവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യക്കാർ വരി, എന്ത് ചോദിച്ചാലും പാടില്ല, മറുപടി അറിയണമൊക്കെ പറഞ്ഞ. എന്താ ആരും വരാത്തത്? ബഷീർ തിരുത്തി. നിങ്ങൾ ഏത് തിരുത്തിയാ? കൊടിഞ്ഞ് തിരുത്തിയാ? നിങ്ങൾ കൊടിഞ്ഞ് തിരുത്തിയാണോ ചോദിച്ചാ? നാട്ടിലെ 1.5. അതെ, 1.5 ആയിട്ടുണ്ടോ? പിന്നെ 35, 14. തിരുത്തിന്ന് കണ്ടത്. പിന്നെ ഏത് തിരുത്തി? ഞങ്ങള് തിരുത്തി കൊടിഞ്ഞീര് ഒരു തിരുത്തിയുണ്ട്. നിങ്ങൾ ഏത് തിരുത്തിയാ? കോയിച്ചര തിരുത്തിയാണ്. കോയിച്ചര പട്ടാളം. കോയിച്ചര പട്ടാളം. കോയിച്ചരം ഞങ്ങളുടെ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ചോദ്യം തിരുത്തി. വാളക്കുളം മഹല്ല്. വാളക്കുളം മഹല്ല്. അയ്യോ, വാളക്കുളം സമസ്തക്ക് വലിയ സേവനങ്ങൾ അർപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് വാളക്കുളം എന്ന് പറഞ്ഞത്. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ മീറ്റിംഗ് കൂടിയത് അവിടെ വെച്ചിട്ടാണ്, വാളക്കുളത്ത് വെച്ചിട്ട്. ഒരുപാടുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ ആരപ്പം എന്റെ വാട്സപ്പ് എന്നൊക്കെ ചോദിക്കണ്ട, അതൊന്നും തരൂലട്ടാ. സ്ത്രീകൾ സുജൂദ് ചെയ്യുമ്പോൾ കൈവെക്കുന്ന രൂപം ഒന്ന് വിവരിക്കുമോ? കൈമുട്ട് വരെ ഭൂമിയിൽ തട്ടിച്ചു വെക്കണോ? കൈമുട്ട് ഭൂമിയിൽ തട്ടിച്ചു വെക്കാൻ പാടില്ല. കൈമുട്ട് ഭൂമിയിൽ തട്ടിച്ചു വെക്കൽ കറാത്ത പാടില്ല. പകരം പുരുഷന്മാരെ പോലെ കൈ വിടർത്തി പിടിച്ചത്, കൈ ചേർത്തി നെഞ്ചോട് ഇങ്ങനെ ചേർത്തി പിടിക്കണം. അത് അവിടെയും ഇവിടെയൊക്കെ ഉള്ളൊക്കെ ഒന്ന് ഒതുങ്ങിക്കാനാണ്. ബാക്കി നാളെ മനസ്സിലായിക്കോളെ. അപ്പൊ അതിങ്ങനെ അടുത്ത് പിടിച്ച, മനസ്സിലായില്ലേ? വാളക്കുളം പുതുപ്പറമ്പ്. നിങ്ങൾ ആ വാളക്കുളല്ലേ? നിങ്ങൾ ഇപ്പുറത്താ? ഏതാവട്ടെ, ഇൻഷാ അല്ലാഹ്. ഞങ്ങളെല്ലാരും ദ്വാരക്ക. ഫസൽ ഫസു മൈക്കിൽ വരട്ടെ. ഫസൽ ഫസുവിന് പണിയൊന്നുമില്ലേ? മൂപ്പർക്ക് ഈ വാട്സപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ ഡാഷ് ആണ്. ആയിക്കോട്ടെ, അവിടെ കേൾക്കേണ്ട ജോലിയില്ല. പ്രാർത്ഥിക്കുക. ഡ്രൈവറായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറായൊരു ജോലി, കുടുംബത്തെ പോറ്റാൻ ഉതകുന്ന, സഹിക്കാവുന്ന പൊറുക്കാവുന്ന അന്തസ്സുള്ള ഒരു ജോലി നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ നാളെ എന്താ വെച്ചാൽ ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസം ഉച്ചക്ക് 12 മണിന്റെയും 1 മണിന്റെയും ഇടയിൽ യാസീൻ ഓതുക. ഉച്ചക്ക് 12 മണിന്റെയും 1 മണിന്റെ ഇടയിൽ ഓരോ യാസീൻ ഓതുക. നല്ലൊരു ജോലി കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു തആല നല്ല ഖൈറായൊരു ജോലി നിങ്ങൾക്ക് തരട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടും ഇൻഷാ അല്ലാഹ്. ആ സന്തോഷ വാർത്ത നമുക്ക് അല്ലാഹു തആല എത്തിച്ചേരട്ടെ. ആമീൻ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ്. ചരിത്രം ബാക്കി പറയുമോ ഉസ്താദ്? എന്താ നമ്മൾ ചരിത്രം അത്യാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് അറിയണതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ്. ഈ ബാക്കി നാളെ ഇൻഷാ അല്ലാഹ് പറയാം. അതല്ലേ, അതാ ഫസൽ ദിവസം പറഞ്ഞാൽ അതിന്റെ ശരി. മനസ്സിലായില്ലേ? നമ്മളെ മോമട്ടിക്കൊന്നുമില്ലേ? ഇത് അവസാനിക്കുന്നില്ല.
അവസാനിക്കുന്നില്ല പറഞ്ഞാൽ ഇന്ന് ചരിത്രമായില്ലേ, മനസ്സിലായില്ലേ? ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ പുലാമന്തോൾ പഞ്ചായത്തിലെ കുരുവമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. കുരുവമ്പലം. ഇന്ന് മഞ്ഞളാംകുഴിയാരിന്റെ ഒരു പോസ്റ്റ് കണ്ടോ, ചിരി വന്നുപോയി. ചില ആളുകളൊക്കെ അവസാനം വരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് കാലുവാരിയ ചില സംഘടനകൾ പ്രത്യക്ഷമായി അവർ ഇല്ലെങ്കിലും വീടുകൾ കയറി ഇറങ്ങി അവർ വോട്ട് ചോദിക്കുന്നത് കണ്ടു. നല്ല മറ്റേയാളാണ്, എന്താണ്, മുടിയൻസാണ്, മുടിയൻസൈ. ആ സാധുവിന് തിരിയണ്ടേ, സാധുവിന്റെ കൂടെ തോളിലിരുന്ന് ചെവി കിടക്കുന്ന ജന്തുക്കളാണ് തിറ്റാണ്. തിരിയണ്ടേ ഇവർക്ക്, തിരിയണ്ടേ? തിരിയൂല, തിരിയില്ല. എനിക്കിങ്ങൾക്കൊക്കെ ഇതുണ്ടാവും. എന്റെ നാട്ടിലുള്ളവരെ എനിക്കറിയാം, മനസ്സിലായില്ലേ? ഞാനും പെരുന്തൽമണ്ണക്കാരനായി, എനിക്കറിയാം എത്രത്തോളം ഉണ്ട്. എന്തിനാ വെറുതെ കളവിടെ അറിയാൻ നടക്കണത്? ഓലക്കെ കഴിഞ്ഞ പ്രാവശ്യം മൂപ്പരെടുത്ത് പോയി കായ് വാങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം. അലി സാഹിബിനെ കുറെ ഇപ്പോഴും മുതലെടുക്കുന്നുണ്ട്. അലി സാഹിബിന്റെ അവിടെയാണ് ഇപ്പോ AP മദ്രസ ഉള്ളത്. മുമ്പേ ഉള്ളതാണ്, ഇപ്പോഴും ആ മദ്രസ നടത്തുന്നുണ്ട്. അതൊക്കെ ഒന്നാമത്തന്നെ ഓരോരുത്തർ കാണിച്ചു കൊടുക്കുകയാണേ. അതൊക്കെ കാണും, അതൊക്കെ ക്ഷമയോടെ കാത്തിരിക്കുക, ഒക്കെ കാണും, ഒക്കെ തിരിച്ചു വരും. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ദ്വാരക്ക്. ഇൻഷാ അല്ലാഹ്. ഞാൻ ബൈക്കിൽ വരണേ. റൈസാൻഡ് ഇതാണ് ജാഫർ മണ്ണീല്, അബ്ദുള്ള തോട്ടക്കാട്, അബു സവാദ്, ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ ആളുകളുണ്ടല്ലോ. ഒക്കെ ബൈക്കിൽ വരി. അസ്സലാമു അലൈക്കും.